കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ക്ലാസ് മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇൻകംപ്ലീറ്റ് ആയിരുന്നു. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കവർ ചെയ്യുന്ന ഒരു ഫുൾ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്താണ്? നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ആ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ്, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതിനുള്ള എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ വരുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനൊക്കെ. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നേ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്താണ് ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇഫ് റാൻഡം വേരിയബിൾ അസ്യൂംസ് ഓൾ ദ വാല്യൂസ് ഓഫ് ആൻ ഇൻ്റർവെൽ ദെൻ വി കോൾ ദി റാൻഡം വേരിയബിൾ ആസ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അതായത് ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലെ എല്ലാ വാല്യൂസും ഒരു പർട്ടിക്കുലർ റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നു. അപ്പോൾ സപ്പോസ് ഒരു ഇൻ്റർവെല്ല് 1 to സപ്പോസ് ഒരു ഇൻ്റർവെല്ല് പറയുകയാണ് 1 to 2 1 and 2 എന്ന് പറയുന്നൊരു ഇൻ്റർവെല്ല് പറയുകയാണെങ്കിൽ ഇതിലെ എല്ലാ വാല്യൂസും, അതായത് 1നും 2ക്കും ഇടയിലുള്ള എല്ലാ വാല്യൂസും ഒരു പർട്ടിക്കുലർ റാൻഡം വേരിയബിൾ, സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ 1.1, 1.2, 1.3, 1.1, 1.2 അങ്ങനെ ഒരുപാട് ഡെസിമൽ നമ്പേഴ്സ് ആൻഡ് ഫ്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വാല്യൂസും അസ്യൂം ചെയ്യുന്ന വേരിയബിൾസ് ആണെങ്കിൽ നമ്മളതിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ഇഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് അസ്യൂംസ് ഓൾ ദ വാല്യൂസ് ഓഫ് എ ഇൻ്റർവെൽ എ ബി ദെൻ എ ബി ഈസ് കോൾഡ് ദ റേഞ്ച് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിന് നമ്മൾ ആ പർട്ടിക്കുലർ റാൻഡം വേരിയബിളിൻ്റെ റേഞ്ച് എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ വെയ്റ്റ്സ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, വെയ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് എക്സെട്ര. അപ്പോൾ വെയ്റ്റ്, ഹൈറ്റ് ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് വേണമെങ്കിൽ, അതായത് ഇൻ ടേംസ് ഓഫ് ഡെസിമൽ നമ്പേഴ്സിൽ നമുക്ക് ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് വാല്യൂസ്. സോ അത്തരത്തിലുള്ള എല്ലാ വാല്യൂസും അസ്യൂം ചെയ്യുന്ന റാൻഡം വേരിയബിൾസിനെ നമുക്ക് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയാം. ഇപ്പം എക്സാമ്പിൾ ഉണ്ട്, വെയിറ്റ് നമുക്ക് പറയാം 5.5 കിലോ വെയിറ്റ്, 5.5, ദെൻ 5.2 അല്ലെങ്കിൽ 5.3, ഈവൻ 10 കിലോ, 10.2 കിലോ, 10.3 കിലോ, ഇതൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഹൈറ്റിൻ്റെ കേസാണെങ്കിലും ഇപ്പോൾ ഇൻ ടേംസ് ഓഫ് ഫീറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 5 ഫീറ്റ്, 5.1 ഫീറ്റ്, 5.2 ഫീറ്റ് ഇങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സിലും എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ നമ്പറിൻ്റെ എല്ലാ ഫോമും, അതിൻ്റെ എല്ലാ ഫോമിലുള്ള നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള റാൻഡം വേരിയബിൾസിനെ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അതാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ക്ലാസ് ഇൻ്റർവെല്ലിൽ വരുന്ന എല്ലാ വാല്യൂസും അസ്യൂം ചെയ്യുന്ന റാൻഡം വേരിയബിൾസിനെയാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വെയിറ്റ് ഉണ്ട്, ഹൈറ്റ്, ഇതൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഹൈറ്റ്, ദെൻ ഏജ് ഒക്കെ പറയാം. നമ്മൾ ഇപ്പം സപ്പോസ് 4 വയസ്സായി, 4.5 വയസ്സായി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇൻ ടേംസ് ഓഫ് നമുക്ക് ഡെസിമൽ നമ്പേഴ്സ്, ഫ്രാക്ഷൻസ് ഇതൊക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലെ എല്ലാ വാല്യൂസും ഒരു പർട്ടിക്കുലർ റാൻഡം വേരിയബിളിനെ അസ്യൂം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്തരത്തിലുള്ള റാൻഡം വേരിയബിളിനെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ആ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിനെ നമ്മൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയും. ദ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അസോസിയേറ്റഡ് വിത്ത് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഈസ് കോൾഡ് കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞതാണ്. ആ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അതായത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അടുത്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ നോർമൽ ആൻഡ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷനും എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ് ഈ കാറ്റഗറിയിൽ വരുന്ന രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ്. ഓക്കെ, എക്സ്പോണൻഷ്യൽ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനില്ല. പിന്നെ
ഇറ്റ് ഈസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ലിമിറ്റിംഗ് ഫോം ആയിട്ടാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സാധാരണ പറയാറുള്ളത്. ദെൻ it is widely used probability model for continuous random variable. In statistics, certain types of problems can be solved only if normal distribution is assumed, because normal distribution has certain mathematical properties possessed by no other theoretical probability distribution. ഏറ്റവും വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട്, പ്രോബ്ലംസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ തന്നിട്ടുള്ള നമുക്കുള്ള വാരിയബിൾസ് അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് വളരെ ഈസിയാണ് ചെയ്യാനുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇതിന് കുറച്ച് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. ദിസ് ഇസ് മ്യൂ എന്നാണ് വായിക്കുക. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ആർ ദ ടു പാരാമീറ്റേഴ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതിൻ്റെ മീനാണ് ഒന്ന്, അത് മ്യൂ എന്നാണ് പറയുന്നത്. ന്യൂ അല്ല, മ്യൂ. ഓക്കെ, MEU അതല്ല അതിൻ്റെ എക്സാക്റ്റ്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. സ്റ്റാർട്ടിങ് ഫ്രം സ്റ്റാർട്ടിങ് വിത്ത് M. അപ്പം മ്യൂ എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ അതിൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. ഇത് രണ്ടുമാണ് അതിൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ ഈസി ആയിട്ട് ആ ഡിസ്ട്രിബ്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഈ പാരാമീറ്റേഴ്സിൻ്റെ മെയിൻ ഉദ്ദേശം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ആണ്. ഇത് രണ്ടുമാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡെഫിനിഷൻ: a continuous random variable x taking all real values of all the values of interval minus infinity to infinity is said to follow normal distribution with parameters mu and sigma if its probability density function p of x equal to 1 by sigma root 2 pi into e raised to minus x minus mu whole square by 2 sigma square. Okay, അപ്പം ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ സപ്പോസ് എക്സ് ആക്കി എടുക്കുന്നു, ടേക്കിംഗ് ഓൾ റിയൽ വാല്യൂസ് ഓഫ് ഓൾ ദ വാല്യൂസ് ഓഫ് ഇൻ്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ഇൻ്റർവൽ. അപ്പോൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. അതിലെ എല്ലാ റിയൽ വാല്യൂസും, അതാണ് ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂസ് ആണെങ്കിൽ എല്ലാ വാല്യൂസും എടുക്കുന്നു. അതായത് ഡെസിമൽ വാല്യൂസ്, എല്ലാ വാല്യൂസും. സോ അതാണ് ഇവിടെ റിയൽ വാല്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓർ ഓൾ ദ വാല്യൂസ് ഓഫ് ഇൻ്റർവൽ ഈ സെഡ് ടു ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ. പിന്നെ അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ PDF എന്ന് പറയും. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് P of x ഈക്വൽ ടു 1 by sigma root 2 pi into e raised to minus x minus into e raised to minus x minus mu whole square divided by 2 sigma square. ഓക്കെ, ഇവിടെ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വാല്യൂ ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 3.14 ആണ്. എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്, അതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 2.7183. ഓക്കെ, അപ്പം പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ കണ്ടോ. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനെ പ്രോബബിലിറ്റി അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്
നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് PDF ഡെൻസിറ്റി ഫംഗ്ഷൻ കേട്ടോ, ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇനി ആസ് പെർ ദ ഡെഫിനിഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ്. P of x equal to 1 by sigma root 2 pi into e raised to minus x minus mu whole square by 2 sigma square. പിന്നെ പൈയുടെ വാല്യൂ ഈയുടെ വാല്യൂ ഒക്കെ അപ്രോക്സിമേറ്റ് എത്ര എന്നുള്ളത് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഗ്രാഫാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അതായത് ഒരു സിമെട്രിക് ആയിട്ടുള്ള കർവാണ്, സ്മൂത്ത് സിമെട്രിക് അല്ലെങ്കിൽ അതുപോലെ ബെൽ ഷേപ്പ്ഡ് എന്നൊക്കെ പറയും. ബെൽ ഷേപ്പ്ഡ് ആണ്, സിമെട്രിക് ആണ്. സിമെട്രിക് ടു ദി എക്സ് ആക്സിസ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതാണ് മീനാണ്, ഇത് മ്യൂ കാണിച്ചിരിക്കുന്നത്. ഇത് എക്സ് ആക്സിസ് ആണ്. ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഓക്കെ, ബെൽ ഷേപ്പ്ഡ് കർവ്. ഇത് ഇതിൻ്റെ എക്സാക്റ്റ് സെൻട്രൽ പോർഷനാണ്, അതാണ് മ്യൂ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സെൻറ്ററിൽ നിന്ന് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഈക്വൽ പോർഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് സിമെട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് മ്യൂ ആൻഡ് സിഗ്മ, വി റൈറ്റ് ഇൻ സിമ്പിൾ എക്സ് ഫോളോസ്. ഇങ്ങനെയാണ് എഴുതുക, എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, എക്സ് ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് mean, mu and standard deviation sigma. Okay, so ഇത്രയാണ് ഇതിലുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകാൻ വിചാരിക്കുന്നു. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. കുറച്ചുകൂടി ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൺവീനിയൻ്റ് ആണെന്ന് തോന്നി, അതുകൊണ്ടാണ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇതൊരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് പറഞ്ഞു. ദെൻ മീൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് സിഗ്മ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും മീൻ മ്യൂവുമാണ്. പിന്നെ ഗ്രാഫ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക് ആണ് പറഞ്ഞു. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സെൻട്രൽ പോർഷൻ്റെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കും ഈക്വൽ പോർഷൻ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ സിമെട്രിക് എന്ന് പറയും. സോ അതുകൊണ്ട് തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും മീഡിയനും മോഡും ഈക്വൽ ആണ് എന്നുള്ളതാണ് പറയുന്നത്, ഒരു പ്രോപ്പർട്ടിയാണ്. ദെൻ 2 tails ഓഫ് നോർമൽ കർവ് എക്സ്റ്റെൻഡ് ഇൻഡെഫിനിറ്റ്ലി ആൻഡ് നെവർ ടച്ച് ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പോൾ ഇതും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കർവ് ഇതിന് നമ്മൾ 2 tail എന്നാണ് പറയുക. ഇതിൻ്റെ സെൻട്രൽ പോർഷനാണ് ഇത് മ്യൂ. ആൻഡ് മ്യൂയുടെ റൈറ്റിലും ലെഫ്റ്റിലുള്ള ഇതിൻ്റെ ഈ ഗ്രാഫിൻ്റെ 2 tails ആണ്. ഇത് റൈറ്റ് ടൈൽ ആൻഡ് ദിസ് ഇസ് ലെഫ്റ്റ് ടൈൽ. അപ്പം ഈ 2 tailഉം ഇവിടെ എക്സ് ആക്സിസിനോട് ടച്ച് ചെയ്തിട്ടല്ല പോകുന്നത്, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ടച്ച് ചെയ്യാണ്ട് പോകും. ഓക്കെ, ടച്ച് ചെയ്യാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് 2 tails ഓഫ് നോർമൽ കർവ് എക്സ്റ്റെൻഡ് ഇൻഡെഫിനിറ്റ്ലി ആൻഡ് നെവർ ടച്ച് ഹൊറിസോണ്ടൽ ആക്സിസ്. ഓക്കെ, ഇനി ഏരിയ അണ്ടർ നോർമൽ കർവ് ഈസ് 1. അതായത് ഈ ഗ്രാഫിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്, ടോട്ടൽ ഏരിയ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് 1 ആണ്. 1. ഓക്കെ, അതാണ് പറയുന്നത്. ദ ഏരിയ അണ്ടർ നോർമൽ കർവ് ഈസ് 1. ഈ ടോട്ടൽ ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വാല്യൂ എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയണം 1. ഓക്കെ, ഇനി അടുത്തത്, സിൻസ് ദ നോർമൽ കർവ് ഈസ് സിമെട്രിക് അബൌട്ട് മ്യൂ, ഏരിയാസ് അണ്ടർ നോർമൽ കർവ് ലെഫ്റ്റ് ഓഫ് മ്യൂ ആൻഡ് ടു ദ റൈറ്റ് ഓഫ് മ്യൂ ആർ 1/2. ഓക്കെ, അപ്പം പറഞ്ഞു നോർമൽ കർവ് സിമെട്രിക് ആണ്. സിമെട്രിക് അബൌട്ട് മീൻ എന്നാണ് പറയുക. പറഞ്ഞു ഇതിൻ്റെ സെൻട്രൽ പോർഷനാണിത്, മീനാണിത്, മ്യൂ കാണിച്ചിരിക്കുന്നത്.
സോ ഇതിൻ്റെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഈക്വൽ ഏരിയ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ടോട്ടൽ ഏരിയ 1 ആയതുകൊണ്ട് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഈക്വൽ പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഫ്റ്റിലെ ഏരിയ എന്ന് പറയുന്നത് 1/2 ആയിരിക്കും, റൈറ്റിലെ ഏരിയ എന്ന് പറഞ്ഞാലും 1/2. ഈ രണ്ട് ടൈൽസ്. ഓക്കെ, അത് അണ്ടർസ്റ്റുഡ് ആണ്. സോ ടോട്ടൽ ഏരിയ 1, റൈറ്റിലെ ലെഫ്റ്റിലെ ടൈലിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഫോർ എനി ഫിക്സഡ് നമ്പർ എ, പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏരിയ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, ഗ്രാഫിൻ്റെ ഏരിയ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിക്സഡ് നമ്പർ എടുത്തിട്ട് അതിൻ്റെ പ്രോബിലിറ്റി, അത് സംഭവിക്കാനുള്ള പ്രോബിലിറ്റി, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വാല്യൂ ചിലപ്പോൾ അസോസിയേറ്റ് ഏതെങ്കിലും ഒരു ഇവൻ്റ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് സംഭവിക്കാനുള്ള സാധ്യത എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 0 ആണ് പറയുക. ഇനി 2 റിയൽ നമ്പേഴ്സ്, ഫോർ 2 റിയൽ നമ്പേഴ്സ് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ടാണ്. ഫോർ 2 റിയൽ നമ്പേഴ്സ് സി ആൻഡ് ഡി. ഇനി സി ആൻഡ് ഡിയുടെ കേസിൽ നമ്മൾ ഗ്രാഫിക്കലി എങ്ങനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഫോർ 2 റിയൽ നമ്പേഴ്സ് സി ആൻഡ് ഡി, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫിൽ ഇതാണ് ഇതിൻ്റെ സെൻട്രൽ പോർഷൻ, മീനാണ്. ഇതിൻ്റെ റൈറ്റിലേക്കാണ് വരിക, കാരണം മ്യൂവിൻ്റെ റൈറ്റിൽ ഉള്ള എല്ലാ വാല്യൂസും പോസിറ്റീവ് ആയിരിക്കും, ലെഫ്റ്റിലുള്ള എല്ലാ വാല്യൂസും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സി ആൻഡ് ഡി നമ്മളിപ്പോൾ സപ്പോസ് 2 വാല്യൂസ് റിയൽ നമ്പേഴ്സാണ്, അത് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്, സി ഡി. അപ്പോൾ ഇവിടെ നമ്മൾ ഏരിയ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പം സി ആൻഡ് ഡി 2 നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് ഈ ഗ്രാഫ് നോക്കിയിട്ട് പറയാം. അപ്പം പ്രോബബിലിറ്റി ഓഫ് എക്സ് ആണ് ഇപ്പോൾ ആ നമ്പറായിട്ട് അല്ലെങ്കിൽ ചാൻസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ സി ലെസ് ദാൻ ഡി എന്ന് പറഞ്ഞാൽ സിയുടെയും ഡിയുടെയും ഇടയിലുള്ള ഏരിയ, അതാണ് എക്സ് എന്ന് വിചാരിക്കുക. സോ എക്സ് ഗ്രേറ്റർ ദാൻ സി ആൻഡ് ലെസ് ദാൻ ഡി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഡി എന്ന് പറഞ്ഞാൽ സിക്കും ഡിക്കും ഇടയിലുള്ള ഏരിയ എന്ന് പറയുന്നതും സി ഇൻക്ലൂഡഡ് ആയിട്ട് പറയുന്നതും, അതായത് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഡി എന്നാണ്. ഇവിടെ സിയുടെയും ഡിയുടെയും ഇടയിലുള്ള ഏരിയ, അതാണ് ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. പിന്നെ സി ഇൻക്ലൂഡഡ് ആയിട്ട് പറയാം, സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. അതായത് ഈ പോയിന്റ്, ഈ സി എന്ന് പറയുന്ന പോയിന്റ് കവർ ചെയ്തിട്ട് ഏരിയ പറയുന്നതും. ഇനി നെക്സ്റ്റ് പ്രോബിലിറ്റി ഓഫ് സി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയുന്ന ഈ പോയിന്റും കൂടി ഇൻക്ലൂഡഡ് ആണ്, ഈ ഒരു ലൈനും കൂടി ഇൻക്ലൂഡഡ് ആണ്. ദെൻ പ്രോബിലിറ്റി ഓഫ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞാൽ സിയും ഡിയും ഈ 2 പോയിന്റും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള എല്ലാ ഷെയ്ഡ് ചെയ്ത പോർഷനും, ഇതിൻ്റെ എല്ലാം ഏരിയ ഈക്വൽ ആവും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഈച്ച് ഈസ് ദ ഏരിയ അണ്ടർ നോർമൽ കർവ് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു സി ആൻഡ് എക്സ് ഈക്വൽ ടു ഡി ആസ് ഷെയ്ഡഡ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഏരിയ ഈക്വൽ ആവും. ഈ നോർമൽ കർവിൻ്റെ കേസാണ് പറയുന്നത്. നോർമൽ കർവിൽ ഇങ്ങനെ പറയുന്നതെല്ലാം സെയിം ആണ് എന്നുള്ളതാണ്. പ്രോബിലിറ്റി ഓഫ് സി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഡി എന്ന് പറഞ്ഞാൽ സിക്കും ഡിക്കും ഇടയിലുള്ള ഏരിയയും സി എന്ന് പറയുന്ന പോയിന്റ് ഇൻക്ലൂഡഡ് ആയിട്ട് പറയുന്ന ഏരിയയും, ഇനി ഡി എന്ന് പറയുന്ന ഈ പോയിന്റ് ഇൻക്ലൂഡഡ് ആയിട്ട് പറയുന്ന ഏരിയയും, പിന്നെ സിയും ഡിയും ഈ 2 പോയിന്റ് ഇൻക്ലൂഡഡ് ആയിട്ട് പറയുന്ന ഏരിയയും സെയിം ആയിരിക്കും നോർമൽ കർവിൽ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 68.26% of area under normal curve lies between mu minus sigma, mu plus sigma. The 95.45% of area under normal curve lies between mu minus 2 sigma and mu plus 2 sigma. The 99.73% of area under normal curve lies between mu minus 3 sigma and mu plus 3 sigma. This holds good for any values of mu and sigma. It is called area property. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏരിയ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പറയേണ്ടത്. 68.26% ഏരിയ
ആ തന്നിട്ടുള്ള നോർമൽ കർവിൻ്റെ 68.26% ഏരിയ കിടക്കുന്നുണ്ടാവുക മ്യൂ മൈനസ് സിഗ്മ അതുപോലെ മ്യൂ പ്ലസ് സിഗ്മ ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിലായിരിക്കും. മ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ മീനാണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, 68.26%. ഇനി 95.45% ഓഫ് ദി ഏരിയ, ആ കർവിൻ്റെ 95% ഏരിയയും കവർ ചെയ്തിട്ടുണ്ടാവുക മ്യൂ മൈനസ് 2 സിഗ്മ ആൻഡ് മ്യൂ പ്ലസ് 2 സിഗ്മ ഈ രണ്ട് വാല്യൂസിൻ്റെയും ഇടയിലായിരിക്കും. അഗൈൻ മ്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ മീനാണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. നെക്സ്റ്റ് 99.73% ഓഫ് ദി ഏരിയ അണ്ടർ നോർമൽ കർവ് ലൈസ് ബിറ്റ്വീൻ മ്യൂ മൈനസ് 3 സിഗ്മ ആൻഡ് മ്യൂ പ്ലസ് 3 സിഗ്മ. ഇവിടെ മ്യൂ എന്ന് പറഞ്ഞാൽ മീനാണ്, സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഏരിയ പ്രോപ്പർട്ടി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ എഴുതേണ്ടത്. 68.26% ഓഫ് ദി ഏരിയ അണ്ടർ നോർമൽ കർവ്. അത് തന്നിട്ടുള്ള ഗ്രാഫിൻ്റെ 68% അപ്രോക്സിമേറ്റ്ലി ഏരിയയും ഈ മ്യൂ മൈനസ് സിഗ്മ, മ്യൂവിൻ്റെയും സിഗ്മയുടെയും വാല്യൂ നമുക്ക് അറിയുകയാണെങ്കിൽ മ്യൂ മൈനസ് സിഗ്മയും മ്യൂ പ്ലസ് സിഗ്മയും ഇതാണ് നമ്മുടെ ഇൻ്റർവെൽ കിട്ടുക. ആ രണ്ട് ഇൻ്റർവെല്ലിൻ്റെയും ഇടയിലായിരിക്കും അതിൻ്റെ 68% ഏരിയയും. ഇനി 95.45% ഏരിയയും ഈ രണ്ട് പോയിന്റിൻ്റെ ഇടയിലായിരിക്കും. അതായത് മ്യൂ മൈനസ് 2 സിഗ്മ മ്യൂ പ്ലസ് 2 സിഗ്മ. അതുപോലെ 99.73% ഓഫ് ദി ഏരിയ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഗ്രാഫ് അതും എന്തായിരിക്കും, മ്യൂ മൈനസ് 3 സിഗ്മ മ്യൂ പ്ലസ് 3 സിഗ്മ ഈ രണ്ട് പോയിന്റിൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ പ്രോപ്പർട്ടി, ഏരിയ പ്രോപ്പർട്ടി എന്ന് പറയും. ഓക്കെ.